കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കസ്സറിയ ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസ രക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സഭയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 നെടുന്തൂണുകളാണ് നമുക്കറിയാം, പത്രോസും പൗലോസും. നമ്മൾ ലേഖനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം ലേഖനങ്ങൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പേരിലാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ആദ്യകാല വളർച്ചയിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിച്ചവരാണ്, മറ്റൊരു വാക്യം പറഞ്ഞ 2 നെടുന്തൂണുകളാണ് പത്രോസും പൗലോസും. നമ്മൾ റോമിൽ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ ഈ അടുത്ത കാലത്ത് റോമിൽ ധ്യാനത്തിന് പോയപ്പോൾ നമുക്കറിയാം, അവിടെ 4 ബസിലിക്കായുണ്ട്. വിശുദ്ധ കവാടമുള്ള 4 ബസിലിക്കായി. അതിനകത്ത് 2 പ്രധാനപ്പെട്ട ബസിലിക്ക, ഒന്ന് പത്രോസിൻ്റെ ബസിലിക്കയാണ്. പത്രോസിൻ്റെ കല്ലറയ്ക്ക് മീതെ വത്തിക്കാനിൽ പണിയപ്പെട്ടിരിക്കുന്ന പത്രോസിൻ്റെ ബസിലിക്ക. അതിലൂടെ നമുക്ക് കടക്കുമ്പോൾ വിശുദ്ധ കവാടത്തിലൂടെ കടന്ന് നമുക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ പൗലോസിൻ്റെ ബസിലിക്ക ഔട്ട്സൈഡ് ദ വാൾസ്, പുറത്തായിട്ട് നമുക്ക് വത്തിക്കാന് പുറത്തായിട്ട് നമുക്ക് വിശുദ്ധ പൗലോസിൻ്റെ ബസിലിക്ക കാണാൻ പറ്റും. അതും ബിൽഡ് ചെയ്തിരിക്കുന്നത് പൗലോസിനെ തല അറുത്ത് കൊന്ന ആ സ്ഥലത്തിൻ്റെ മീതെയാണ് അവിടെ ബസിലിക്ക പണിതിരിക്കുന്നത്. കൂടാതെയുള്ള 2 ബസിലിക്ക നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ ബസിലിക്ക, മാർപ്പാപ്പയുടെ ഔദ്യോഗിക ഇരിപ്പിടമായിട്ട് നമ്മൾ കാണുന്ന റോം രൂപതയുടെ ബസിലിക്കയാണ്. 4ാമത്തേതാണ് മേരി മജോറെ, പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ബസിലിക്ക. ഈ 4 ബസിലിക്കയും ഈ ജൂബിലി വർഷം പ്രമാണിച്ച് തുറന്നിട്ടിട്ടുണ്ട്. വിശുദ്ധ കവാടത്തിലൂടെ നമുക്ക് പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള സാഹചര്യം സഭ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ ദിവസം ഈ 4 ബസിലിക്ക കവാടത്തിലൂടെ പ്രവേശിക്കാനും അവിടെ ബലിയർപ്പിക്കാനും, പത്രോസിൻ്റെ നമ്മൾ മാർപ്പാപ്പയൊക്കെ ബലിയർപ്പിക്കുന്ന അവിടെ ബലിയർപ്പിക്കാനും അതോടൊപ്പം കുമ്പസാരിക്കാനൊക്കെയുള്ള സൗകര്യം കർത്താവ് നൽകി. നമ്മൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വായനകളിലൂടെ എല്ലാം നമ്മൾ കണ്ണോടിക്കുമ്പോൾ, സഭയുടെ എക്കാലത്തെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഭയ്ക്കെന്നും ശക്തമായ അസ്വസ്ഥതകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ സഭ കടന്നുപോയത് വളരെ ശക്തമായ, അല്ലെങ്കിൽ വളർന്നത് പീഡനങ്ങളുടെയും വല്ലാത്ത സഹനങ്ങളുടെയൊക്കെ നടുവിലാണ്. തീർച്ചയായിട്ടും പത്രോസിൻ്റെ പൗലോസിൻ്റെയൊക്കെ ഈ ബസിലിക്കായിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുന്നതാണ്. ആദ്യവായന നമ്മൾ കാണുന്നതാണ്, പത്രോസിനെ കർത്താവ് അത്ഭുതകരമായി ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം മാത്രമല്ല, ഇത് സഭയിൽ എക്കാലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ്. സഭയെ ഏതെല്ലാം രീതിയിൽ ലോകം അടിച്ചമർത്താൻ, ബന്ധിക്കാൻ, ചങ്ങലക്കിടാൻ ശ്രമിക്കുന്നുണ്ടോ
ആ ചങ്ങലക്കെട്ടുകളെ, ബന്ധനക്കെട്ടുകളെ എന്നും കർത്താവിൻ്റെ കൃപയാൽ ഭേദിച്ച് പുറത്തു വരുന്ന ഒരു സഭയെ കഴിഞ്ഞ 2000 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം പത്രോസിൻ്റെ അത്ഭുതമല്ല. യഥാർത്ഥത്തിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ സുവിശേഷത്തിൽ, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്ന്. അത് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. പത്രോസ് യേശുക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. ഇന്ന് സഭയുടെ വീഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കുറവെന്താണെന്ന് ചോദിച്ചാൽ, സഭാമക്കളായ ഞാനും നിങ്ങളൊക്കെ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് സഭ പരാജയപ്പെടുന്നത്. കാരണം സഭയുടെ ഔദ്യോഗികമായ ലക്ഷ്യവും സഭയുടെ അടിസ്ഥാനവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. മറ്റു വാക്കി പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്തിടത്തോളം കാലം സഭയ്ക്ക് ജീവനില്ല. ഇന്ന് നമുക്ക് വല്ലാത്ത ഭയവും അസ്വസ്ഥതയും പിന്നെ മറ്റുള്ളവരെന്നാ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യഥാർത്ഥ നിത്യസത്യമായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാനും ഏറ്റുപറയാനൊക്കെ മടി കാണിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പത്രോസിൻ്റെ ഈ ബോൾഡായിട്ടുള്ള ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തെ നമ്മൾ കാണണ്ടേ. പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്. കർത്താവ് ചോദിച്ചു, മറ്റുള്ളവരെന്നാ പറയുന്നത്, നാട്ടുകാരെന്നാ പറയുന്നത്? അവസാനം കർത്താവ് നിങ്ങൾ എന്നാ പറയുന്നത്? അതിന് പത്രോസാണ് വളരെ ബോൾഡായിട്ട് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, ക്രിസ്തുവാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവെന്ന് ഏറ്റു പറയാൻ തക്ക വിധത്തിൽ ധൈര്യം പൗലോസ് എടുത്തു. അതാണ് തൻ്റെ വിശ്വാസ ജീവിതത്തിലുടനീളം അവസാന ശ്വാസത്തിലും തലകീഴായി തന്നെ കുരിശിൽ തറയ്ക്കുമ്പോഴും പത്രോസ് പ്രഖ്യാപിച്ചത് ഈ വിശ്വാസമാണ്. പൗലോസിന്റെ തലയ്ക്കുമീതെ വാൾ കൊണ്ട് കഴുത്തറുത്തു മാറ്റുമ്പോഴും പൗലോസിലേക്ക് പ്രഖ്യാപിച്ചത് ഈ വിശ്വാസമാണ്. രണ്ടാമത്തെ വാലിൽ നമ്മൾ കേട്ടത് തന്നെ പൗലോസിലേക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ നന്നായിട്ട് യുദ്ധം ചെയ്തു, അതുകൊണ്ട് നീതിയുടെ കിരീടം കർത്താവിനെ അണിയിക്കട്ടെ. ഇവിടെ എല്ലാം പ്രഖ്യാപിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതിനൊരു കോംപ്രമൈസും പൗലോസോ പത്രോസ്ലിഹയോ രണ്ടുപേരും തങ്ങളുടെ ജീവിതത്തിൽ എടുത്തില്ല. വിശ്വാസത്തിന് വേണ്ടി ധീരമായി തങ്ങളുടെ ജീവിതത്തിലുടനീളം ജീവിക്കുകയും അന്ത്യത്തോളം വിശ്വാസം കാക്കുകയും മരണത്തിലും വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചുമ്മാ തിരുനാൾ ആഘോഷിച്ച് കടന്നു പോകേണ്ടതല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ധൈര്യം പ്രഖ്യാപിക്കേണ്ട ദിവസവും കൂടിയാണെന്ന്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസം ഏറ്റുപറയാൻ, ആ നിത്യസ്നേഹത്തെ ഏറ്റുപറയാൻ നമ്മൾ മടിക്കേണ്ട. ഫ്രാൻസിസ് മാപ്പ പറഞ്ഞൊരു കാര്യമാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാനും ആ നിത്യസ്നേഹത്തെ ഏറ്റുപറയാനും നമ്മൾ ആരെ ഭയപ്പെടണം എന്നാണ് ചോദിച്ചത്. നമ്മൾ ആരെ ഭയപ്പെടണ്ടേ? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഒരു സ്നേഹത്തെക്കുറിച്ച് പറയാൻ, അതും അവരന് വേണ്ടി ജീവൻ ബലിയായി കാൽവരിയിൽ ഹോമിച്ച നിത്യസ്നേഹത്തെക്കുറിച്ച് പറയാൻ നമ്മൾ എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം എന്നാണ് ഫ്രാൻസിസ് മാപ്പ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനുഭവം കൂടിയാണ്. പൗലോസ് പത്രോസ് സ്ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവേ, ഈ അപ്പസ്തോലന്മാരിലുണ്ടായ ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത, ആ വിശ്വാസം നൽകിയ ധൈര്യം, അത് നമുക്കും ആത്മീയമായ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, നിരാശയിലും ആകുലതകളിലും ഭയത്തിലൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പത്രോസിനെ കർത്താവ് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ സഭാ മക്കളായ നമ്മളെയും സ്വർഗത്തിൻ്റെ വലിയ കൃപയാൽ പുറത്തു കൊണ്ടുവരണമെന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ വളരാൻ പരിശുദ്ധാത്മാവേ നമ്മയും സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.